ഞാൻ ഈ പണി നിർത്തിപ്പോയതായിരുന്നു, സത്യങ്ങളോട് പറയല്ലോ. കാരണം എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. ഒരു നിവൃത്തി ഇവിടെ ജീവിക്കാൻ ഒരു നിലക്കും സമ്മതിക്കൂല. പിന്നെ ഞാൻ ഗൾഫിനെ പറ്റി ആലോചിച്ചു. അവിടെ ഇതിന്റെ വാലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഉപദ്രവിച്ചതിന്റെ വാലുകൾ. പിന്നെ ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത നാടെന്ന് ആലോചിച്ചപ്പോൾ ആഫ്രിക്ക കിട്ടിയത്. മനസ്സിലായില്ലേ? 50 ഡിഗ്രി ചൂടിന്റെ കോലം കണ്ടിട്ടില്ലേ നിങ്ങൾ? തൊഴിലാളി വർഗ പാർട്ടി ആ തൊഴിലാളികളോടൊപ്പം നിന്ന് അധ്വാനിക്കരുത്. ഞാൻ അതങ്ങോട്ട് ക്ലച്ച് പിടിച്ച് പോവുമായിരുന്നു. അതിലവിടുന്ന് വിളി വരണം, എന്തായാലും വരണം. വിളിച്ചത് പ്രിയപ്പെട്ട കോടിയേരി സഖാവാണ്. ഫോൺ എടുക്കാതെ ഇതേപോലെ തന്നെ കുറെ ഞാൻ ഒഴിവായി. നോമിനേഷൻ കൊടുത്തു തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കറിയാലോ. ഈ പത്രക്കാരെ മുഴുവൻ ഞാൻ അന്ന് വെല്ലുവിളിച്ചു. കാരണം ഇതാ അവിടെ ഇരിക്കണം എല്ലാവരും ഞാൻ വെല്ലുവിളിച്ചു, വരാൻ പറഞ്ഞു. എല്ലാവരും വരും നിലമ്പൂർക്ക്. ഞാൻ നോമിനേഷൻ കൊടുത്തു. ജനങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങി നടന്നുള്ളൂ. ഞാൻ എല്ലാവരും ഒറ്റക്കെട്ട്, കോൺഗ്രസ്, ലീഗ്, BJP, പത്രക്കാര് എങ്ങനെയും തോൽപ്പിക്കണം. രാഹുൽ ഗാന്ധി ഉൾപ്പെടുത്തുള്ള രാജ്യത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര്, ലീഗിന്റെ നേതൃത്വം, BJPയുടെ നേതാക്കന്മാര്, മുന്നിൽ കൂടിയും ബാക്കിൽ കൂടെയും എല്ലാവരും കൂടി ഒരു കെട്ട്, ഒറ്റക്കെട്ട്. ഈ പറഞ്ഞ പോലെ എനിക്കോ മേലെ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, പിന്നെ അതിൻ്റെ അടിയിൽ കുറെ പാവപ്പെട്ട സഖാക്കള്, പിന്നെ എന്നെ സ്നേഹിക്കുന്ന സാധാ കുറെ മനുഷ്യന്മാരും. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് 2021 PV അൻവർ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരാള് കോടിയേരി സഖാവിനെ അങ്ങോട്ട് വിട്ടില്ല, മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സ്റ്റേറ്റ് ലീഡറും ഇവിടെ വന്നില്ല. എന്താണ് റിപ്പോർട്ട്? വെറുതെ അവിടെ സമയം കളയണ്ടാന്ന്. തോൽക്കും. അപ്പോ ഈ ടഫ് ഇലക്ഷൻ നടക്കുമ്പോ ഈ നേതാക്കന്മാർ ഇങ്ങോട്ട് എത്താൻ പാടില്ല. മൂപ്പരുള്ളിൽ എന്താ? ഈ ചങ്ങായി ഒന്ന് പണ്ടാറടക്കിയാൽ മതിയായിരുന്നു. എന്താ കാരണം? കാരണമൊന്നുമല്ല. ഞാനൊരു അധിക പ്രസംഗിയാണ്. ഞാൻ അധികം പ്രസംഗിക്കൽ എനിക്ക് വേണ്ടിയിട്ടില്ല, ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട് പല പ്രാവശ്യം ഈ സുജിത് ദാസിന്റെ വിഷയമടക്കമുള്ള വിഷയങ്ങൾ, ഫോറസ്റ്റിന്റെ വിഷയങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അപ്പൊ പറയും പാർട്ടിയാണ് മുണ്ടല്ലി, ഗവൺമെന്റാണ് മുണ്ടല്ലി. അപ്പം എങ്ങനെയെങ്കിലും എന്നാ പിന്നെ എന്നെ പണ്ടാറടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്ന്? എങ്ങനെയും ജീവിച്ചു പോയിരുന്നു. എല്ലാ പഠിച്ച പണി 18 നോക്കി തോൽപ്പിക്കാൻ. അവസാനം രാഹുൽ ഗാന്ധിന്റെ റാലി നടന്നു. അപ്പൊ ഞാൻ വിളിച്ചു, കോടിയേരി സഖാവിനെയും മുഖ്യമന്ത്രിയും വിളിച്ചു. എന്റെ കയ്യിൽ നിന്ന് പോവാണ് CM. അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. പിന്നെ പറഞ്ഞു അവരെക്കാണ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി അൻവറിനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരാളും വന്നില്ല. റിസൾട്ട് വന്നപ്പോ ഏതൊക്കെയോ പാവങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജയിച്ചു അല്ലേ? ഇനി ഇവിടുന്ന് ജയിക്കാൻ പാടില്ല. ഈ 300 ജില്ലാ കുടുംബങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, പേപ്പർ കൊടുത്തു, ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പം എന്റെ കോലം കത്തിച്ച നമ്മളെ ഏരിയ ലോക്കൽ സെക്രട്ടറി ഹരിയേട്ടൻ, നമ്മളെ കോലം കത്തിക്കണ്ടല്ലേ, എല്ലാം തീ കൊടുക്കുന്ന ആളാണ് സഖാവ് ഹരി, നിലമ്പൂര് LC സെക്രട്ടറി. പെട്രോൾ ഇങ്ങനെ പാർന്നിട്ട് മതിയാണല്ലോ, പാർന്നുകൊണ്ടേയിരിക്കുക. ആ കത്തിക്കാൻ വരുന്ന വരവൊക്കെ കാണണം. ഞാൻ തിരുവനന്തപുരത്ത് പോയി ഈ സാധുക്കൾ മുഖ്യമന്ത്രിനെ കണ്ടപ്പോ ആ ഫോട്ടോ ഇവിടെ ആരോടുത്ത് പോസ്റ്റ് ചെയ്തു. അല്ല മുപ്പര വക ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാ? ഏരിയ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് നടക്കൂല. തെളിവ് കേൾക്കണ്ടല്ലോ പത്രക്കാരോട്. മോഹൻദാസ് ഇതിന്റെ തെളിവ് ഇവിടെ ചുങ്കത്തറയില് നമ്മളെ ഡഫ് സ്കൂളിന്റെ പേരെന്താ? ബത്തനിയെ ചുങ്കത്തറ മണലിയിലുള്ള സ്കൂളിന്റെ പേര് അല്ലെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ചുങ്കത്തറയിലെ ബ്ലൈൻഡും ഡഫും ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ നടക്കണം. അല്ല, മാർത്തോമിന്റെ കീഴില്ല, അതിന് വേറൊരു പേരുണ്ട്, മദർ വറോണിക്ക. മദർ വറോണിക്ക ഈ പറഞ്ഞ ഡെപ്റ്റ് സ്കൂളാണ്.
ഒരുപാട് കുട്ടികളുണ്ട്. അതിറ്റങ്ങൾക്കൊരു വാഹനമില്ല. ഇതിങ്ങളെ നോക്കുന്ന ആ സിസ്റ്റത്തിനെ തന്നെ തലയിൽ വെച്ച് നമ്മൾ പൂജിക്കണം. അവിടെ പോയി കാണുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ.